പിന്നെ വെള്ളിയാഴ്ച ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്നിപ്പനെ ഞാൻ EMS ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ശ്വാസം മുട്ട് കൂടുതലായിട്ടും കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പാടായിട്ട്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഇവിടുന്ന് പോണ കുറേ വീഡിയോ ഉണ്ട്. വളാഞ്ചേരി മറ്റുള്ളത് അയവൊക്കെ ടച്ച് ചെയ്തിട്ട് പലയിടത്തും കിടക്കുന്ന വീഡിയോ. അവിടുന്ന് EMSൻ്റെ അടുത്ത് അവിടുന്ന് തിരിച്ച് വരുന്നതും അങ്ങനെ നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ നമ്മൾ ഹൈവേ കൂടെ വരുന്ന ഭാഗങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഹൈവേ കൂടെ റോഡ് കട്ട് ചെയ്യേണ്ടത് അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് രാത്രി പറ്റുമെങ്കിൽ 8 മണിക്കോ 9 മണിക്കേറ്റവും വിടാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തൽക്കാലം എല്ലാം കൂടി ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒക്കെ ചോടെ 4 വീഡിയോയെങ്കിലും വിടണം. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതിനൊരു അവസാനം ഉണ്ടാവില്ല, ലോകാവസാനം പോലെ. ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോൻ്റെ കൂടെ ഞാൻ വിട്ടുതരട്ടാ. വളാഞ്ചേരിന്ന് വരുന്നതും പോണതും ഇല്ലതും ഉണ്ടില്ല. ഇതന്നെ പറഞ്ഞതിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യാൻ? കറുവാട്ടങ്ങത്തെ ചക്കട്ടാ ഒരു പ്ലേറ്റ് നിറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാണ് ഇതിപ്പോൾ ഉമ്മ പറഞ്ഞതാ. ഇതാണ്ട് കുറച്ച് കുട്ടികൾക്ക് കൊണ്ടുപോയിക്കാന്ന്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം മക്കളൊക്കെ പാടെ നോമ്പറക്കുമ്പോൾ ഇനി ഇതിരുന്ന് തിന്നാനുള്ള പരിപാടിയാണ്. ഇതില്ലേ സാറാക്കാനുള്ള പരിപാടിയാണ്. ഉമ്മ എന്തിനാണ് നിങ്ങൾ ഈ മകനക്ക് ഇങ്ങനെ ചക്കൊക്കെ ഇങ്ങനെ ചോള പറിച്ച് തരുന്നേരൊക്കെ എന്താ എത്രമാത്രം സ്നേഹിക്കണേ മോനെ? കുട്ടിയെ 7 വയസ്സിൽ കുട്ടീനെ കാണിച്ച് ബോംബെക്ക് കൊണ്ടുപോയിച്ചിട്ടാണ് നിങ്ങൾ ഇത്രമാത്രം അറിയാറ്റ് ചോദിക്കണം. എന്താ നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കണത്? പറഞ്ഞതിന് മറുപടി അറിയാന്നോ? എന്തായാലും ചക്ക ഞങ്ങൾ ഇവിടെ തറവാട്ടിങ്ങ പ്ലാവ് ഉണ്ടായ കാരണം ഇഷ്ടംപോലെ ചക്ക എടുത്ത് ബോംബെയിൽ ഭയങ്കര വില ഇതിന്. എന്താ അറിയുക? അപ്പോൾ ഇവിടെ കണ്ണീര് കാണുമ്പോൾ നമുക്ക് ചക്കനോട് താല്പര്യമില്ല. അങ്ങോട്ടേ കാണി നേരത്തുകൂടി വിട്ടു ഇവിടെ കിട്ടുക ചക്ക ഇഷ്ടം പോലെ നാശമായി പോകുന്നു. ഇതൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കും. അത് തിന്നാതെ ഇവിടെ കാണി ആ ചക്ക ആകെ കൊത്തി നാശമായിക്കണക്കാണി. കാണാണ്ട് എനിക്ക് എങ്ങനെ ഇപ്പോൾ ഇത് കാണിക്കുക? അതൊന്ന് രതിമക്കിത ചക്ക. ഇത് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു അവനാൻ്റെ വീട്ടിൽ ഈ മുതൽ ഓരോരുത്തരുടെ വീട്ടിൽ കാണുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതാ പ്ലാവും അതാ അത് കഴിഞ്ഞാൽ അപ്പട്ടുണ്ട് ഇഷ്ടം പോലെ അവിടെ. അപ്പോൾ ഇത് അങ്ങോട്ട് പോകാനുള്ള നേരമില്ല. അത് കഴിഞ്ഞ് അങ്ങോട്ട് കാണി ഇത് സ്വന്തം പറമ്പിലൊരു മുതലുണ്ടായാൽ അത് പൊതുവെ ഉള്ളതാട്ടാ. അല്ലെങ്കിൽ അത് പൈസ കൊടുത്തിട്ട് ഞാൻ ബോംബെയിൽ എന്തതിന് വില എന്നൊരു കിലോന് ഒരു ചക്കയ്ക്ക് അടക്കുന്ന ബോംബെയിൽ ഭയങ്കര വില. ഇതൊരു പ്ലാവുമ്പത്തെ എവിടെ കണ്ടില്ല കളി ഇതാ. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചക്ക കാണിച്ചു തരാം. അതാ ഇവിടെ കാണാണ്ട് ഞങ്ങൾക്ക് നോക്കണോ? എൻ്റെ മൂത്ത പെങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് എൻ്റെ ഉപ്പ പറമ്പ് വാങ്ങിയിട്ട മുതലാണ്. ഇനി ഇത് കൂടാതെ ഞങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എന്താ ഇനി കാണിച്ചിട്ട് കാര്യം? ഇതൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. ഇതങ്ങനെയാണ്. ഇതാണ് നമ്മളെ തറവാടാട്ടാ. എന്തായാലും ഞാൻ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അറിയണമല്ലോ. ഇത് എൻ്റെ പറമ്പിൻ്റെ പാമ്പും കയറിയിട്ടുണ്ടാണ്. വളരെ പേടി. ഒച്ചപ്പെടുത്തി പോകേണ്ടി വരും. ഇതിനുള്ളിൽ കൂടെ ഒക്കെ കടക്കാൻ തന്നെ പേടിയാണ്. ഇത് ഞങ്ങളെ ഇവിടെ കുറേ സ്ഥലമുണ്ട്. ഇവിടുന്ന് കല്ല് വെട്ടാൻ കൊടുത്തിരിക്കുകയായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴും ഇല്ല കേട്ടോ, അപ്പോൾ ഒഴിവാക്കി. ഞാൻ അതിനെ കടക്കട്ടാവില്ല, പാമ്പും ചേരുണ്ടാവും. ഇതൊക്കെ ഞാൻ എടുത്ത് വിടണം. എന്താ അറിയോ? നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. എന്തൊക്കെ വെറുതെ പൊട്ടത്രങ്ങൾ വിളിച്ച് പറയുന്നത്. ഇതൊക്കെ എൻ്റെ സ്ഥലം കേട്ടോ. എന്താണ് കല്ലൊക്കെ ഇവിടെ പണ്ട് കംപ്ലീറ്റ് ഇപ്പം എന്ത് ചെയ്തു തരാം. ആ കാലഘട്ടത്തിൽ ഇത് മൊത്തം പാറ പോലെയായിരുന്നു. അങ്ങനെ ഇവിടെ സതീശൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പണ്ടത്തെ കാലത്തിട്ടാണ്. അതൊക്കെ അന്നൊക്കെ ചോദിച്ചാൽ കുട്ടി ബോംബെയിലായിരുന്നു. ആ സമയത്ത് ഇപ്പം പറമ്പ് മൊത്തം അങ്ങോട്ട് കല്ല് കെട്ടാൻ കൊടുത്തിട്ട് കംപ്ലീറ്റ് മണ്ണിട്ട് ഇപ്പോൾ തൂർത്തിട്ട് കംപ്ലീറ്റ് വായങ്കൊന്നും കണ്ണി കണ്ടതൊക്കെ പറമ്പാക്കി മാറ്റിക്കുകയാണ്. ഇനി ചക്കയുടെ വലിപ്പം കണ്ടു. ഇതൊക്കെ ഇഷ്ടം പോലെ ചക്ക പ്ലാവിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരാൾ ഇവിടെ പാമ്പും ചേരുന്നുണ്ടാണ്. പേടിയാവുണ്ട്. കണ്ടില്ല ഇതൊക്കെ ഒരു സംഭവം യഥാർത്ഥത്തിൽ വിട്ടുതരാം. മറ്റേത് എന്താ അറിയോ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലെ ഓൻ്റെ വിടൽ കേൾക്കാൻ ഞാൻ ഈ നുണൊന്നും പറയില്ല. ഞാൻ എന്നും ഇങ്ങോട്ട് എനിക്ക് ഈ നുണ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് വിടുന്നത്. അതുപോലെ എന്നോട് ആരെങ്കിലും നുണ പറഞ്ഞ് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. കാരണം ആളെ പിന്നെ എൻ്റെ കണ്ണിലെടുത്താൽ കണ്ടുകൂടാ. കാരണം നുണ പറഞ്ഞിട്ട് ഒരാളിൻ്റെ അടുത്ത് സത്യം പറഞ്ഞ് എന്നാൽ ഭയങ്കര സന്തോഷമാണ് ആളാണ്. ഇത് എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് കഷ്ടകാലത്തിന് നമ്മൾ ഇന്നലെ നാളെ നമ്മളെ ചെവിലേക്ക് എത്തിയ നുണയെന്നുള്ള അറിഞ്ഞാൽ പിന്നെ ആളെ എനിക്ക് ഭയങ്കര വെറുപ്പ് പിടിച്ച സംഭവമാണ്. ഉള്ളത് പറയാം എന്തൊരു കാര്യം. അതിപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, എന്നാലും അറിയണമായി.
ഉള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള ഇല്ലാത്തത് പറഞ്ഞ് നടത്തും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറമ്പിൽ ഇതൊക്കെ എൻ്റെ വാപ്പാടെ സ്ഥലമാണ്. ഇതൊക്കെ എന്തിനാ അറിയോ, ഇവിടെയൊക്കെ ചക്ക ഞാൻ അങ്ങോട്ട് നല്ല ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ചക്ക അതാ ഇതൊക്കെ. ഇതൊന്നും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തിന്നലും ഇല്ല, അല്ലെങ്കിൽ അത് പൈസ കൊടുത്തതാ. ഇതൊക്കെ അറിയാനാട്ടാ. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടാണ് ഇവിടെ അങ്ങോട്ടേക്ക് പ്ലാവ് ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയില്ല കേട്ടോ. അതൊക്കെ റോഡാണ്. ഇത് ഇതായക്ക. ഓക്കെ, ഇതൊക്കെ പടച്ച തന്ന ഇവരെ 8 മക്കളുണ്ട്. ആ കാണുന്നത് ഇവിടുന്ന് ഇതൊക്കെ മൂത്ത പെങ്ങൾ പാവം സുബൈദ താത്ത. ഞങ്ങൾ താത്താന്ന് ഒരിക്കൽ സുബൈദാന്ന് പേര് വിളിക്കാൻ പാടില്ല, ഒരു വയസ്സിന് മൂത്ത പെങ്ങളാണ് 8 മക്കളിൽ. ഞങ്ങൾ താത്താന്ന് വിളിക്കുക. ആ താത്താൻ്റെ ഒരാഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ വാങ്ങിക്കൊടുത്ത മുതലത് പറമ്പ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇത് നിങ്ങളെ ബോധിപ്പിച്ച് ഇത് ഇവിടുന്ന് വേറെ കാണിച്ചു തരണം. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയൊരു കാര്യമില്ല. വെറുതെയെങ്കിലും ഞാൻ എനിക്കൊരു കാര്യമുണ്ട്, ഒരു കാര്യം പറയുമ്പോൾ അത് ആളെ ശരിക്കാണ്ട് ഇതെങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എടുത്ത് വിടുക. പാമ്പും ചെയ്യണ്ട കുറച്ചനെ. പണ്ട് ലാഭം കിട്ടുന്നത് ഒഴിഞ്ഞാളെന്ന് പറഞ്ഞിട്ടുണ്ട് മൂത്താപ്പ. ഇതൊരു പറമ്പ്. ഇതൊക്കെ താഴ്ത്തിക്കൊണ്ട് ഇറങ്ങാം. ഇവിടുന്ന് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വേണമെങ്കിൽ പൊട്ടിക്കുക. ആർക്കും ഇതിനോടൊക്കെ താല്പര്യമില്ല, മക്കൾക്ക് ആർക്കും താല്പര്യമില്ല. ഇവിടെ കുട്ടികൾ ഇല്ലെങ്കിൽ കാണാൻ ചക്ക എന്ത് പലതരത്തിലുള്ള ചക്ക കേട്ടാ. ഭയങ്കര മധുരമാണ് ചക്ക. അതുപോലെ ചുവപ്പ് ഒരു ചക്ക ഉണ്ടായിരുന്നു, പൻസാര പോലെ. എന്തെങ്കിലും അതിനോട് ആ പ്ലാവൊക്കെ ഇപ്പോൾ മുറിച്ച് കളഞ്ഞ് അവിടെ വീട് വെക്കണ കാലത്ത് അതിൻ്റെ ഒരു ചക്ക. അവിടൊക്കെ പ്ലാവാണ്, അവിടൊക്കെ ചക്കയും. ഇത് കൊല്ലത്തിൽ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യക്ക് എൻ്റെ ഇപ്പം തോട്ടം കരാറ് കൊടുക്കണം. അടക്ക മൊത്തം ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ ഇപ്പാക്ക് അടക്കയുടെ മുകളിൽ ഇപ്പാക്ക് ലാഭമുണ്ട്. അത് അടക്ക കരാറ് കൊടുക്കും. പിന്നെ തെങ്ങ് തേങ്ങയും കാര്യങ്ങളും. അതുപോലെ എൻ്റെ പറമ്പുണ്ട്, എനിക്കെൻ്റെ ഇപ്പം തന്ന പറമ്പ്. ആ പറമ്പിൽ കവുങ്ങും തെങ്ങും എനിക്ക് എഴുതി തന്നാൽ എൻ്റെ പേരിൽ രജിസ്റ്ററാക്കിയതാണ്. പക്ഷെ എന്നോട് ആ പറമ്പിൽ തേങ്ങ അടയ്ക്കൊന്നും ഞാൻ എടുക്കലില്ല. അവിടെ തന്നെ അത് വാപ്പയും എൻ്റെ അനിയനും എന്താ വെച്ചാൽ ചെയ്തോട്ടെ. കാരണം അത് നനക്കലും നോക്കലും പഠിക്കലൊക്കെ ഇപ്പം എൻ്റെ കാലശേഷം എൻ്റെ പേരിലാണ്. എനിക്ക് എന്തും വാങ്ങിച്ചു, പക്ഷേ ഞാൻ തേങ്ങ അടക്കുന്നത് ഞാൻ എടുക്കലില്ല. അത് വാപ്പ ഉണ്ടാക്കിയിട്ട മുതലാണ്, ചോര നീരായിട്ട് അധ്വാനിച്ച മുതലാണ്. അത് മക്കൾക്ക് പൈസ കൊടുത്തിട്ട് മുതൽ വിറ്റെന്നും പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കടുത്തും പിടുത്തം പിടിക്കാതെ ഇൻ്റെതാണ് ഇനി ഇതിപ്പോൾ അടക്ക തരൂല തെങ്ങുമ്പോൾ തേങ്ങ ആ പരിപാടിക്ക് ഞാൻ ചെയ്യലില്ല കേട്ടോ. ഇതൊക്കെ ചോര നീരായിട്ട് ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേദന അറിയണമെന്നുണ്ടെങ്കിൽ ആ വാപ്പാനെ വേദനിപ്പിക്കില്ല ഏത് മക്കളും. പക്ഷേ മക്കൾക്ക് അതിൻ്റെ പിന്നാലെ നടക്കാനുള്ള നേരവും. ഓക്കെ, കൂടുതൽ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം. എന്താണ് ഈ പറയുന്നത്, എന്താ എനിക്കൊന്നും അറിയില്ല. എത്ര പോലെ കമൻറ്റിൽ ആൾക്കാർ പറഞ്ഞു എന്തിനാ ഈ പറഞ്ഞതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇക്ക് എന്താണെന്ന് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മട്ടുണ്ട്. എന്നാലല്ല ഇപ്പോൾ ഞാനിത് ആലോചിച്ച് കുത്തിയിരുന്നിട്ട് അത് പറഞ്ഞിക്ക് അറിയില്ല. ഇത് ആലോചിച്ച് ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ആ പരിപാടിക്ക് എന്നെ കിട്ടൂല. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഇവിടെയും ഒന്നുമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഇതാണ് സാധാ ചക്കണ മുന്നിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് സത്യം പറഞ്ഞു. ഇതിനും വലുത് എന്താ വേണ്ടത്? ചക്കേ സുഖമല്ല എനിക്ക് ചക്കട്ട തറവാട്ടിങ്ങത്തെ മുന്നിലത്തെ ചക്ക. ഇതിനൊരു പാട്ടുണ്ട്, ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, എന്നാലും നീ ഇത്രയും വലിയൊരു സുന്ദരിയാണ്. ഒരൊറ്റ കുത്ത്. 16-ാം രാവുദിച്ചൊരു മാനത്താണ്, 14-ാം രാവുദിച്ചൊരു മാനത്താണ് ഞാൻ കെട്ടിയ പെണ്ണി. പാട്ട് പഠിക്കണം, ഏറ്റവും മോശമാണ്. അനവധി ആൾക്കാർ നമ്മളെ വീഡിയോ കാണാതെ നമുക്കൊരു വില ഉണ്ട്, തെങ്ങുമ്മ കയറുന്ന വില കുരങ്ങനായിട്ട്. അതുവരെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ തന്നെ പാടിക്കൂടി സാധ്യത. 10:50 EMS ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ഞാൻ ഡോക്ടറേറ്റ് വന്നതാണ്. കണ്ടില്ല നിങ്ങൾ? എൻ്റെ കാറോടെ കൊടുന്ന് നിർത്തിക്കുക, നാനോ കാറ്. എന്തായാലും വെള്ളിയാഴ്ച വന്നതാ. EMS ഹോസ്പിറ്റലിൻ്റെ ഇവിടെ ഇപ്പം ഇന്ന് വന്നിട്ട് ഇവിടെ എൻ്റെ ജീവിതത്തിലൊരു സംഭവം, കടന്നു പോയ സംഭവം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്.
ഇല്ലാത്തത് പറയില്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്. വെറുതെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിടില്ല. കേൾക്കുന്നവർക്ക് തോന്നും എന്തൊക്കെ പൊട്ടത്തനങ്ങൾ വിളിച്ച് പറയാന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പരിപാടിക്ക് എന്നെ കിട്ടൂലെന്ന്. കാരണം ഞാൻ ഉള്ളത് പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. എൻ്റെ കുട്ടീൻ്റെ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായി തുടങ്ങുന്നുള്ളൂ. ആ സമയത്ത് മോളെ കല്യാണം കഴിക്കേണ്ട സമയമായപ്പോൾ ഞാൻ കുറേ കടത്തിലായിരുന്നു, വലിയൊരു കടത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ സത്യം പറഞ്ഞ കല്യാണം കഴിക്കാൻ പൈസ ഇല്ലാത്തൊരു സംഭവമായിരുന്നു ആ സമയം. അപ്പോൾ ഞാൻ കല്യാണം ഉറപ്പിച്ചിട്ടിട്ട് 1 കൊല്ലത്തോളം ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പോൾ മരുവന് അവിടെ ഗൾഫിലാണ്, ഓനക്ക് വരാൻ കുറച്ച് മാസം പിടിക്കുന്നായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ EMS ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ സത്യം പറയട്ടാ. അപ്പോൾ എന്തായാലും നീട്ടി കൊണ്ടുപോകണില്ല. എനിക്ക് ഈ പറയുമ്പോൾ പിള്ളേർ പറഞ്ഞു തീർക്കണം. ഞാൻ ഇല്ലാത്ത പറയുമ്പോഴല്ല ഇതിങ്ങനെ ആദ്യത്തുള്ള പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തീരൂല. അപ്പോൾ ആ സമയത്ത് എൻ്റെ മരുവൻ്റെ അപ്പ അവിടെ ദുബായിൽ കച്ചവടമാണ്. അപ്പോൾ അപ്പാക്കും അവിടെ നിന്ന് വരാൻ പറ്റണില്ല. മരുവൻക്ക് അവിടെ വേറെ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അവിടെ ഒരു കൊല്ലത്തിനുള്ളിൽ ഇവർ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ പോര്, കല്യാണം സാധാരണ നമുക്ക് നിങ്ങൾ എങ്ങനെ വെച്ചാൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ബാക്കി പിന്നെ അവർ മിഠായി കൊടുക്കലൊന്നും ഉണ്ടായിട്ടില്ല. മിഠായി കൊടുക്കേണ്ട ഞാൻ മിഠായി കൊടുക്കലൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ ഓൻ വന്ന് കണ്ടിട്ട് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കോളം ജീവിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർക്കും ഓൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. മോളെ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം വീഡിയോ കോൾ കണ്ടിട്ട് അവർ സംസാരിച്ച് ഓനെ. അപ്പോൾ ഓനക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞ എന്തെങ്കിലും കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, അത് ഞാൻ തെറ്റിക്കൂലായിരുന്നു. എൻ്റെ പരിപാടി അതാ. ഞാൻ ഏതൊരു മനുഷ്യനോട് ഒരു വാക്ക് പറഞ്ഞോ അതിൻ്റെ ഇടയിൽ ഇനി എത്ര വലിയ ആൾക്കാർ വന്നാലും ശരി ഞാൻ അംഗീകരിക്കുന്ന ആളല്ല. എൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താ തോന്നുന്നത് അത് ഞാൻ അവിടെ നടത്തി കൊടുക്കും. ഞാൻ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 1 കൊല്ലമല്ല 2 കൊല്ലം കഴിഞ്ഞാലും വന്നാലും ശരി എൻ്റെ മോൾക്ക് ഇനി വേറൊരു കാര്യം വന്നാലും അതിൻ്റെ പിന്നാലെ ഞാൻ തൂങ്ങണ ആളല്ലായിരുന്നു. അത് വലിയവന് വന്നാലും ശരി പാവപ്പെട്ടവന് വന്നാലും ശരി എന്ത് വന്നാലും ശരി എനിക്ക് പറ്റില്ല. ഞാൻ ഒരാളുടെ ഒരു വാക്ക് പറഞ്ഞോ ആ വാക്ക് ഇന്നേവർക്കും തെറ്റിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരാളാണ്. അപ്പോൾ അവർ പറഞ്ഞ കാലത്ത് ഉറപ്പിച്ച് വെച്ചാൽ എന്നാൽ അവർക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ എന്തെങ്കിലും വേറൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ മോനും എൻ്റെ മോളും പരസ്പരം കണ്ടിട്ട് അവർ ജീവിതത്തിലേക്ക് കടന്നു പോകേണ്ട സംഭവം, മരണം വരെ ജീവിക്കേണ്ട കാര്യം. വാപ്പയമ്മയും എല്ലാവരും കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നും നടത്തി കൊടുക്കരുത് മക്കളെ. അപ്പോൾ ഇവർ ഒന്നൊക്കെ അവർ പറഞ്ഞ് ഞങ്ങൾ വരികയാണ്, എന്താ ചെയ്യേണ്ടത്, വന്നിട്ട് കല്യാണമാണോ എന്താ ചെയ്യേണ്ടത്, നിക്കാഹ് കഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്. ഞാൻ പറയും നിങ്ങൾ എങ്ങനെ എന്ത് പറഞ്ഞാലും നിങ്ങൾ എങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ എൻ്റെ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്നാൽ പിന്നെ നമുക്ക് കല്യാണം നടത്തി തരുമല്ലോ, കല്യാണം നടത്താൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. സംഭവം എൻ്റെ അടുത്ത് ഉറപ്പില്ല. അത് അതിപ്പോൾ ഒരാളോട് പറയാൻ പറ്റുമോ? ഞാൻ ആകെ പിടിക്കി കിടക്കുന്ന ടൈം എൻ്റെ ആ സമയം വളരെ മോശപ്പെട്ട ടൈമായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഉരുകിയിട്ട് വരണേ. കാരണം ഉറപ്പില്ലാതെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ അനി പെങ്ങന്മാരെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ വരച്ച് മാമ ബേജാറാണ്, ഞങ്ങളൊക്കെ ഉണ്ട്, ഇവർ പേടി മേടിക്കണ്ട, മാമണ്ട് പോരുന്നായിരുന്നു. ഞാൻ എൻ്റെ പെങ്ങളെ കുട്ടികളോട് പറഞ്ഞാൽ മാമൻ്റെ കാര്യം ഇങ്ങനെ എടുക്കണ്ട ഉണ്ണി എന്താ. അപ്പോൾ എൻ്റെ മൂത്ത പെങ്ങളെ മോൻ പറഞ്ഞു മാമ ഒരു പേടി മേടിക്കണ്ട, നിങ്ങളോട് പോരി, ഞാൻ ഉണ്ടെന്ന് നിങ്ങളെ കൂടെ. എൻ്റെ കുട്ടികൾ പറയട്ടെ ഇപ്പൊന്നും മറക്കാൻ, എൻ്റെ മക്കളൊന്നും പെങ്ങന്മാരെ കുട്ടികളൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ ആ കുട്ടി 10 ലക്ഷം 11 ലക്ഷം ഉറുപ്പ്യ ആ സമയത്ത് എൻ്റെ ആ മൂത്ത പെങ്ങളെ മോനെ എനിക്ക് തന്നെ. ഓൻ്റെ അടുത്ത് ഉണ്ടായിട്ടല്ല, ഓന് വേറെ എന്തൊക്കെ ഒരു വൈക്ക് കൂടെ ആരുടെ മേടിച്ചിട്ട് എനിക്ക് തന്നെ. അതും പിന്നെ കല്യാണ സ്വർണ്ണക്കടയിൽ പൈസ കൊടുക്കാണ്ടായിരുന്നു, ബിരിയാണിയപ്പേര് പന്തല് ഇതൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ ഉള്ളിൽ ഇങ്ങനെ കരയാം. ഞാൻ എൻ്റെ റബ്ബും കൂടി അറിയണുള്ളൂ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഒരാളും അറിയണില്ല. പടച്ചവനോട് ഇങ്ങനെ അടുത്ത് റബ്ബെ എന്തെങ്കിലും ചെയ്യണത്, എൻ്റെ ഒരു കുട്ടി ഇറങ്ങി പോവല്ലേ, എന്താ ചെയ്യുക. ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് ഇതെങ്കിലും തെറ്റിച്ചിട്ടില്ല അല്ലാന്ന്. കല്യാണമായിട്ട് നടന്ന്. അപ്പോൾ കല്യാണം നടന്നപ്പോൾ ഇത് പല ചൊറപ്പാടുണ്ട്. കല്യാണമായിട്ട് നടന്നപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പറഞ്ഞു. കല്യാണമായിട്ട് നടന്നു നോക്കുമ്പോൾ ഞാൻ അനവധി ആൾക്കാർക്ക് കുറി പൈസ കൊടുക്കി, കല്യാണത്തിൻ്റെ കവറിൽ ഇങ്ങനെ പൈസ ഇട്ട് കൊടുത്തിന് 500 1000 ഒക്കെ ആയിട്ട്. അവരൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് വരികയാണ് പൈസയുടെ കവറിലാക്കിയിട്ട്. ഞാൻ അതൊക്കെയാണ് തിരിച്ചു കൊടുത്തത്. കാരണം അവരൊക്കെ ഇവിടെ നാട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്, പാവങ്ങളാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ല. അവരെങ്ങനെയൊക്കെ കല്യാണം വരാൻ സമയത്ത് നുള്ളി പറക്കിയിട്ടാണ് ആ കവറിൽ ഇങ്ങനെ വെച്ച് തരുന്നത്. ആ വരുന്ന ആൾക്കാരൊക്കെ അപ്പോൾ എൻ്റെ അടുത്തില്ല, ഞാൻ പണം ഉണ്ടായിട്ട് പറയല്ല. ഞാൻ പറഞ്ഞാൽ ഒന്നും വേണ്ട, എനിക്ക് ഇനി 2 പെൺകുട്ടികളുണ്ട്, ആ സമയമാകുമ്പോൾ ഇതേമാതിരി നിങ്ങൾ പൈസ ആയിട്ട് വരും. അപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കാൻ വിചാരിച്ചാൽ ഞാൻ മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു പോകാറ്. ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നത് കുഞ്ഞുണിയേട്ടനാണ്, എൻ്റെ അയൽവാസി കവറേറ്റ്. മൂപ്പരാടെ വേണ്ടായിരുന്നു ചോദിച്ചു. മൂപ്പരെ തന്നില്ല, എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആകെ ടെൻഷനില്ല. എല്ലാവരും മടക്കി പറഞ്ഞയച്ച് ഒന്നുമില്ല, പറച്ചെന്തെങ്കിലും വഴി കാണുന്നു.
അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭാര്യ വീട്ടിലൊക്കെ ഓരോരുത്തർക്കും 1 പവനും 2 പവനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും പെങ്ങന്മാർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെപ്പാടെ പൈസ ഇട്ടുണ്ട് വന്നു. പൈസ പെട്ടി ഒരു ചെറിയ ഡബ്ബ ഉണ്ടായിരുന്നു. ആ ഡബ്ബയിൽ മൊത്തം അങ്ങോട്ട് ഡബ്ബ മൊത്തം നിറഞ്ഞ് ഞാൻ എണ്ണില്ല. ആ സമയത്തുള്ള സംഭവം അങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ പിന്നെ വിടാതെ അള്ളാഹുവിന്റെ റസൂലിനെയും പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുകയില്ല. കാരണം ഇതിങ്ങനെ വിളിക്കരുത്തിട്ട് ജീവിതത്തിൽ കടന്നു പോയത് വിളിക്കുമ്പോൾ എന്താണ് കുഴപ്പമില്ല. എന്തെങ്കിലും നുണ പറയുമ്പോഴല്ലേ നമുക്ക് അള്ളാഹിനെ പേടിക്കണുള്ളൂ. ഒരു അള്ളാഹിന്റെ റസൂലിനെയും വിചാരിച്ചിട്ട് സത്യം പറയുമ്പോൾ അവിടെ നുണ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞു എൻ്റെ റബ്ബിനെ സത്യം പറഞ്ഞു. ആ ഡബ്ബ ഞാൻ ആ പൈസ ഡബ്ബ എണ്ണില്ല. ആ സമയത്ത് ബിരിയാണി പേരിനോട് കൊടുത്ത് പന്തൽ പണിക്കാരനും മണ്ഡപത്തിൻ്റെ ആൾക്കാർക്കും എല്ലാണ്ട് കൊടുത്തപ്പോൾ സ്വർണ്ണക്കടയിലൊക്കെയും കൊടുത്തതിൻ്റെ ശേഷം പൈസ എണ്ണി വെക്കുമ്പോൾ പിന്നെയും 3 ലക്ഷം ഉറുപ്പ്യയിൽ ബാക്കി. നമ്മൾ നോക്കണം, പെൺകുട്ടിയുടെ കല്യാണത്തിനാണ് ഈ സംഭവം നടക്കണത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം എൻ്റെ അപ്പാക്ക് ഇവിടെ 1 ലക്ഷം ഉറുപ്പ്യ 1.5 ലക്ഷം ഉറുപ്പ്യ ഹോസ്പിറ്റലിൽ ഇപ്പാക്ക് അന്ന് പിന്നെ അസുഖം കൂടി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പാനെ ഇവിടെ കൊടുത്തിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഇപ്പാക്ക് മെഷീനും സാധനങ്ങളൊക്കെ മേടിച്ച് 1.5 ലക്ഷം ഉറുപ്പ്യ അങ്ങനെ പോയി. ബാക്കി പിന്നെ 1 ലക്ഷം 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. അങ്ങനെ 1 ലക്ഷത്തിൻ്റെ ഇവിടെ ഇൻഷുറൻസ് ചേർന്ന് എൻ്റെ പേരിൽ, എൻ്റെ ഭാര്യയുടെ പേരിൽ, എൻ്റെ മോൻ്റെ പേരിൽ, എൻ്റെ അമ്മാൻ്റെ പേരിൽ 4 ആൾക്കുള്ള ഇൻഷുറൻസ് ഇവിടെ ചേർന്ന്. അത് ഒരു കൊല്ലം കൂടുമ്പോൾ 1 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ഒരു കൊല്ലത്തിൽ 1 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ആ പൈസ നമ്മളെ പോക്കറ്റിലേക്ക് വരില്ല. 1 ലക്ഷത്തിൻ്റെ വല്ല അസുഖങ്ങളോ വല്ലതും കടന്നു വരികയെന്നുണ്ടെങ്കിൽ 4 ആൾക്ക് ഉണ്ടെങ്കിൽ 3 ആൾ ഒപ്പിട്ട് കൊടുത്താൽ ഒരാൾക്ക് 1 ലക്ഷം ഉറുപ്പ്യ കിട്ടും. അത് ആർക്കാണ് രോഗം ഉണ്ടെങ്കിൽ അവനക്ക് 1 ലക്ഷത്തിൻ്റെ രോഗം ഉണ്ടോ എന്നാൽ നമ്മൾ 3 ആളുടെ ഒപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ 1 ലക്ഷം ഉറുപ്പ്യ വിട്ടാൽ ഇനി നമുക്ക് അതിനോട് താല്പര്യമില്ല വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ നമ്മളെ അക്കൗണ്ടിൽ നമ്മൾ അടച്ച ആ 1 ലക്ഷം ഉറുപ്പ്യയും കിട്ടും. ഇനി അല്ലറ ചില്ലറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വരും. അല്ലെങ്കിൽ കൊല്ലം ഓരോ ലക്ഷം ഉറുപ്പ്യ നമ്മൾക്ക് അസുഖത്തിൻ്റെ ഇതായിട്ട് എന്തിനും ആണെങ്കിലും അങ്ങനെയുള്ള ഒരു ഒരു ഹോസ്പിറ്റലിൽ രണ്ടാമരും ഇവിടെ പുതുക്കി വേറെ എന്തൊക്കെ ബിൽഡിങ് കെട്ടിടം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ഷെയർ കൂട്ടിയായിരുന്നു. കഴിഞ്ഞ 2 കൊല്ലത്തോളം ആയി തോന്നുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കൊരു ജീവിതത്തിൽ കൂടെ കടന്നുപോയ സംഭവങ്ങളുണ്ടെന്ന് അറിയാം. അപ്പം നമ്മളെ വഴി തിരഞ്ഞെടുത്താൽ മതി. നമ്മൾ ഒരാളെ കക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട. ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുപോയ സംഭവമാണ്. നോക്കണം നിങ്ങൾ. ഒന്നുമില്ലാതെ പോയിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും ആയിട്ട് 3 ലക്ഷം ഉറുപ്പ്യ ഞാൻ എണ്ണില്ല. കല്യാണം കഴിയോളം ഞാൻ എണ്ണില്ല. കാരണം ഞാൻ ഇതിന് എടുത്ത് കൊടുക്കുക. എണ്ണുമ്പോൾ പേടി അല്ലെങ്കിൽ പിന്നെ ആകെ കൊടുക്കൂലേ. എല്ലാം കഴിഞ്ഞിട്ട് 3 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു. എൻ്റെ റബ്ബാണ് അള്ളാഹിന്റെ ദിവസം സത്യം അതൊക്കെ ജീവിതത്തിൽ കടന്നു പോയ സംഭവം. ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് 1.5 ലക്ഷം ഉറുപ്പ്യ അത് കൊണ്ട് കെട്ടി 1 ലക്ഷം ഉറുപ്പ്യ ഇവിടെ ഇൻഷുറൻസ് ചേർന്ന് ബാക്കി എന്താ ചില്ലറ പൈസ ഉണ്ടായിരുന്നു. അതേ ഇവിടുത്തെ കഴിഞ്ഞ ശേഷം ബോംബെക്കാണ് തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ റബ്ബിനെ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കുന്നത്. പാവപ്പെട്ട ആൾക്കാരൊക്കെ പൈസ ആയിട്ട് വന്ന് പാവപ്പെട്ടല്ല അയൽവാസികളൊക്കെ വരുമ്പോൾ അവരുടെ അടുത്തൊന്നും ഞാൻ വാങ്ങിയില്ല. ഞാൻ പറയും ഇക്കുഞ്ഞ് 2 പെൺകുട്ടികളുണ്ട്. ആ സമയമാകുമ്പോൾ ഞാൻ വാങ്ങാൻ വിചാരിച്ചിനെ വാങ്ങാൻ. ഓരോ മനുഷ്യൻ്റെ ഇത് വിഷമം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊക്കെ ഈ ജീവിക്കാൻ. ഇൻഷാ ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത് മൊത്തം പറയണം. പിന്നെ പറഞ്ഞതിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ എന്താ പറയുന്നത് നിൽക്കുന്ന ഓർമ്മയില്ല. കാരണം ഉള്ള സംഭവം ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇൻഷാ ബോംബെന്ന് ഉപ്പാക്ക് വേണ്ടി കൊടുന്ന കേട്ടാ. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട്. ഉമ്മ അസ്സലാമു അലൈക്കും. വെള്ളിയാഴ്ച മറവഞ്ചേരി പോയിട്ട് ഉമ്മാക്ക് ഇറച്ചി മേടിച്ചതാണ്. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട്. മാഷാ അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇറച്ചി മേടിക്കും. ഇവിടെ ഞാൻ വന്നാൽ ഞാനും മേടിക്കും. നൗഷാദ് വന്നാൽ നൗഷാദും മേടിക്കും. കുഞ്ഞിട്ടി വന്നാൽ ആരാ വരണ വെച്ചാൽ അങ്ങനെയായിട്ട് മേടിച്ചു കൊണ്ടിരും. പെരുന്നാളായി കഴിഞ്ഞാൽ ഇപ്പം നാളെ പെരുന്നാളാണ്. അപ്പോൾ അതെ പെരുന്നാളുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് ബോംബെയിൽ നിന്നിട്ട് വന്ന ഇവിടെയാണ് ഇനി പെരുന്നാൾ ഉഷാറാക്കണത്. ഇവിടെ പെങ്ങന്മാരും കുട്ടികളും അതാ വീഡിയോ എടുക്കണേ അടക്കാൻ തരാം. ഇവിടെ ഞാൻ വരുപ്പോ. അപ്പോൾ ഞങ്ങളിഞ്ഞി ഇവിടെ പെരുന്നാളിനുണ്ട് ഇൻഷാ അല്ലാഹ് അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഇതേമാതിരി പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇതേമാതിരി പങ്കെടുക്കുക. നാട്ടിൽ വന്നിട്ട് കുട്ടികളെ കൂടെയൊക്കെ ഒന്ന് പെരുന്നാൾ കഴിക്കാൻ നോക്കുക, ശ്രമിക്കുക. കഴിഞ്ഞത്തോളം വരാൻ നോക്കുക. അതാകുമ്പോൾ ഒരു സന്തോഷമാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം മക്കളെ കൂടെയും ഉപ്പാനും ഉമ്മാനെയും കുട്ടികളെ എല്ലാവരും കണ്ടിട്ട് ഒരു പെരുന്നാളായിട്ട് കഴിക്കുമ്പോൾ മനസ്സിന് നമ്മൾ കണ്ണാത്ത രാജ്യത്ത് പോയിട്ട് ഇനിയിപ്പോൾ 1 കൊല്ലം 2 കൊല്ലം പോയി നിന്നാലും
അതുപോലെ ഓണം വിഷു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓരോരുത്തർ വന്നിട്ട് മക്കളെ കൂടെ കണ്ട് പങ്കെടുത്താണ്ടല്ലോ ആ 2 കൊല്ലം അവിടെ പോയി നിന്നാൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ആ 2 കൊല്ലം നിന്നേറ്റ ഗുണം ഇവിടെ കാണിക്കും. ഞാനങ്ങനെ മിക്കവാറും പെരുന്നാളിന് ഞാൻ വരവില്ല. അങ്ങനെ വരാൻ പറ്റില്ല. അവിടുത്തെ സാഹചര്യങ്ങൾ പലതരത്തിലാണ്. തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പല അപകടങ്ങളും പിടിച്ച പണിയാണ്. ഇപ്പോൾ 2 തവണ 2-3 തവണയായിട്ട് ഞാൻ പെരുന്നാളിന് ഇവിടെ വന്നിട്ടുണ്ട്. അത് കൂടാതെ എനിക്കൊണ്ട് വരാൻ കഴിഞ്ഞിടത്തോളം വരാൻ നോക്കും. അപ്പോൾ അതിന് അവിടെ എന്തെങ്കിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും സാധാ പെരുന്നാളാണ്ട് ഉഷാറാവട്ടെ. ഇവിടെ കൊണ്ട് നിർത്തുക.